സംഭവം ഞാൻ അറിഞ്ഞു. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക്? എന്തിന്? ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ലക്ഷ്മി ആദിലെടുത്തും നൂറെടുത്തും സംസാരിച്ചിട്ടുള്ള എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇവരെ കയറ്റില്ല എന്ന് പറഞ്ഞൊരു വാചകവും. അജു, അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞ? അതിവിടെ പറയേണ്ട ഒരു കാര്യമില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് കേരളത്തിലെ ഏറ്റവും വലിയ പാലുകാച്ച് അല്ലെങ്കിൽ ഗൃഹപ്രവേശന ചടങ്ങിന്റെ ആഘോഷവേദിയിലേക്ക് ആദിലേക്കും നൂറയ്ക്കും ക്ഷണം ലഭിക്കുകയാണ്. നാട്ടിലെ പ്രമാണിയായി പോയില്ലേ? അവിടെ ഫൈസൽ മലബാർ എന്ന് പറയുന്ന വ്യവസായി അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പം സമൂഹത്തോട് കാണിച്ചു എന്ന് തന്നെയാണ് പലരും കരുതിയത്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടം. അപ്പൊ തനിക്കറിയാം, അത് കേരളം മുഴുവൻ പ്രസിദ്ധമല്ലേ മോലാളി? സ്വാഭാവികമായും ആദിലേക്കും നൂറയ്ക്കും ക്ഷണം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ പങ്കെടുത്തു. ഞാനങ്ങൂല, എന്നെ വിളിക്കാത്തവരായിരുന്നു, ഞാൻ വരില്ല. സഹോ, ഞാൻ വിളിക്കുന്നു, നീ എൻ്റെ കൂടെ വരുന്നു. പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയാണ്. ആ കുറിപ്പിൽ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗത്തിൻ്റെ ചടങ്ങിലേക്കുള്ള വരവ് അത് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ആയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറയരുത്, വളരെ മോശമായിപ്പോയി. അപ്പോൾ ഈ രണ്ട് വാചകങ്ങൾക്കും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഞാൻ നേരിട്ട് അറിയിക്കുകയാണ്. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. ആ രണ്ട് വ്യക്തികളെ ക്ഷണിച്ച് വരുത്തിയതിന് ശേഷം ആ രണ്ടു പേരെയും അപമാനിച്ചു വിട്ട രീതിയോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അഭിപ്രായം. താങ്കളുടെ മാനേജേഴ്സ് വിളിച്ചിട്ടാണ് അവർ വന്നത് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ താങ്കളുടെ മാനേജേഴ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജോലിയിൽ നിന്ന് താങ്കൾ പറഞ്ഞു വിടണം. നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ സമൂഹത്തോട് കാണിച്ച ഒരു വലിയ തെറ്റിൻ്റെ ഭാഗമായിട്ട് താങ്കളുടെ അറിവില്ലാതെ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ മാനേജേഴ്സിനെ താങ്കൾ പറഞ്ഞു വിട്ടുകൊണ്ട് ഈ തെറ്റിനെ താങ്കൾക്ക് ന്യായീകരിക്കാം. എന്റെ പൊന്ന് സാറേ, അത് പറഞ്ഞനുസരിച്ച് ഞാനല്ലേ പോയി കല്യാണം ഉറപ്പിച്ചത്.